രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു നടപടിയും കാണുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ കിഴങ്ങൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ കിഴങ്ങൻ എന്ന് വിളിച്ചത് വേറെ ഒന്നുമില്ല, കാരണം ഇയാളൊരു നട്ടലുള്ളൊരു ഭർത്താവായിരുന്നെങ്കിൽ, കാരണം ആ അതിജീവിതയ്ക്കെതിരെ ആണ് ആദ്യം പരാതി കൊടുക്കേണ്ടത്. തന്നെ വഞ്ചിച്ച് സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തിയ മറ്റൊരാൾ, തൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഈ അതിജീവിതം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയാണല്ലേ ഈ വ്യക്തി ആദ്യം പരാതി കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നട്ടലില്ലാത്ത കിഴങ്ങനെന്ന്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ സമൂഹത്തിൽ തന്നെ നാണം കെടുത്തിയിട്ടും ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്, അവരെയാണ് ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് അല്ലേ. ഇവിടെ മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്കും പരാതി കൊടുത്തിട്ട് പോലും അതിന് ഒരു നടപടിയുമില്ല. ഇപ്പം പുതിയൊരു പരാതിയുമായിട്ട് രംഗത്ത് വന്നേക്കുവാണ്. മുഖ്യമന്ത്രിയും ഇവിടെ ഹൈക്കോടതി വരെ കൈയൊഴിഞ്ഞ കേസാണ്, പിന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ DGPയും. ഹൈക്കോടതി കൈയൊഴിഞ്ഞ കേസിനകത്ത് DGPക്കും മുഖ്യമന്ത്രിക്കും എന്ത് ചെയ്യാൻ പറ്റും? രാഹുൽ മാങ്കൂട്ടം തന്നെ വഞ്ചിച്ചു, തന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ചതിക്കുന്നത്? താൻ ഡിവോഴ്സായി, അല്ലെങ്കിൽ താൻ മാരേജ് ആയിട്ടില്ല, താൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇവരെ 4 ദിവസം മാത്രമേ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിച്ച് തൻ്റെ ഹസ്ബൻഡിനെയും തൻ്റെ കെട്ടിയവനെയും വഞ്ചിച്ച് പോയ ആ സ്ത്രീയല്ലേ ഇവിടെ തെറ്റുകാരി. അപ്പോൾ ആ സ്ത്രീക്കെതിരെയല്ലേ ഈ ഹസ്ബൻഡ്, ഈ കെട്ടിയവൻ എന്ന് പറയുന്ന ഇയാൾ പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിലൂടെ തന്നെ മനസ്സിലാക്കാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തിരിച്ചേക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ പാർട്ടി എന്ത് ചെയ്ത് എന്നാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി എടുത്തെന്നാണ് ഇപ്പം ഈ ഇരയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത് രാഹുലിനെതിരെയുള്ള, രാഹുലിനെ തകർക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു നാണം കെട്ട ഏർപ്പാടാണെന്ന് അല്ലേ. ഇവിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മാത്രമല്ലേ പാർട്ടിക്ക് സാധിക്കൂ, അല്ലാതെ രാഹുലിനെ തൂക്കിക്കൊല്ലാനൊന്നും സാധിക്കത്തില്ലല്ലോ. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന, രാഹുലിനെ മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾ, അരിയാരം കഴിക്കുന്ന ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. എന്നാലും ആ വാർത്ത ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിജീവിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ കിഴങ്ങൻ വീണ്ടും രംഗത്ത് വന്ന് ഈ ഒരു പരാതിയെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഈ കേരളത്തിലെ നിയമസഭയിലെ ഒരു MLA, ആ നിയമസഭയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു MLA ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട്, എന്റെ കുടുംബജീവിതം തകർത്തതുകൊണ്ട്, അതുകൊണ്ടും കൂടിയാണ് ആ സഭയിലെ തന്നെ മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ഇത്ര നേരമായിട്ട് എന്റെ പരാതിക്കൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാക്കണം. എനിക്ക് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ അവர்களോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടു, അല്ലാതെ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ മുതിർന്നിട്ടുള്ളത്? അദ്ദേഹം ഇപ്പോഴും പാലക്കാട് നഗരത്തിലൂടെ വിലസുന്നുണ്ട്. ഇത്രയും ദിവസം ഈ കേസ് ആർക്കും ഈ കേസിനെ പറ്റി സംസാരിക്കാനോ എടുക്കാനോ ഒന്നും ആരും നിന്നതുമില്ല, ആർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത ഇലക്ഷൻ വരുന്നത് കണ്ടപ്പോഴത്തേക്ക്, അടുത്തത് പാലക്കാട്ട് രാഹുൽ വീണ്ടും മത്സരിക്കും എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് രാഹുലിനെ പൂട്ടാനെ കൊണ്ട്, രാഹുലിനെ കുരുക്കാനെ കൊണ്ട് വീണ്ടും ഒരു കള്ളക്കഥയുമായിട്ടാണ് വന്നേക്കുന്നത്, ഒരു കള്ളപ്പരാതിയുമായിട്ട് വന്നേക്കുന്നതെന്ന് അറിയാനും കഴിയുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിലൂടെ തന്നെ രാഹുൽ എന്നൊരു രാഷ്ട്രീയക്കാരൻ്റെ ഭാവി തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കായാലും രാഹുൽ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എത്രത്തോളം പേടിക്കുന്നുണ്ടെന്ന് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഈ 2 പക്ഷത്തിരിക്കുന്ന ആളുകളും കൂടെ ചേർന്നിട്ടാണ് രാഹുലിനെതിരെ ഈ ഒരു കള്ള കേസ് ഇറക്കി രാഹുലിനെ പൂട്ടാൻ നോക്കുന്നത്. ഇവിടെ ഇരയുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ ഡിസ്ക്ലോസ് ചെയ്യരുതെന്നുള്ളൊരു നിയമം വരെ വന്നിരുന്നു അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ 16 ദിവസം ജയിലിലടച്ചത് നമ്മൾ കണ്ടതാണ്, ഇരയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്.
ഇപ്പോൾ ഇവിടെ ആരാണ് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്? സ്വന്തം ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയല്ലേ? അപ്പം ആദ്യം ഇയാൾക്കെതിരെയല്ലേ നടപടി എടുക്കേണ്ടത്? ഇപ്പം എത്ര പേർക്ക് അറിയാം? എനിക്ക് തോന്നുന്നു ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വാർത്താ സമ്മേളനം കൊടുക്കുന്നതിന് മുമ്പ് വരെ ഒരു പക്ഷേ ഇവരെ അറിയാത്ത, ഈ ഇരയെ അറിയാത്ത ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഇയാളിപ്പം രംഗത്ത് വന്നപ്പോഴത്തേക്ക് ഇപ്പം അറിയാത്ത ആൾക്കാർക്ക് വരെ അറിയാമല്ലോ. അവിടെ ഇവിടെയും പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇരയെ ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഈ ഹസ്ബൻഡ് തന്നെയല്ലേ? അപ്പം ഇതിൻ്റെ പുറവിലുള്ള ഇതിൻ്റെ മെയിൻ ലക്ഷ്യം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് നീതിയല്ല വേണ്ടുന്നത്, ഇവർക്ക് വേണ്ടുന്നത് രാഹുൽ എന്ന നാളെയുടെ ഭാവിയായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഫ്യൂച്ചറാണ് ഇവർക്ക് വേണ്ടത്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ്. രാഹുൽ നിന്ന് കഴിഞ്ഞാൽ രാഹുലിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടെന്ന് നല്ലവർക്കറിയാം. നാളെ കേരളം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയല്ല, 100% രാഹുലിന് അതിന് കഴിയുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹുലിന് ഇപ്പോഴേ മുളയിലെ നുള്ളിക്കളയാൻ ഇവർ നോക്കുന്നത്. ഇപ്പം തന്നെ പാലക്കാട് സന്ദീപ് വാര്യർ എടുത്ത് മത്സരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് സന്ദീപ് വാര്യർ മത്സരിക്കുന്നില്ല? സന്ദീപ് വാര്യർക്കറിയാം, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്കറിയാം രാഹുലിനെ വെറുപ്പിച്ച്, അല്ലെങ്കിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ വെറുപ്പിച്ച് പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. പിന്നെ സന്ദീപ് വാര്യർക്ക് ഒരു രാഷ്ട്രീയ ഭാവി തന്നെ കാണത്തില്ലെന്ന് നല്ലപോലെ അറിയാം. കാരണം അത്രയ്ക്കും ജനപിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത്. പാലക്കാട്ടെ ജനങ്ങളെ വെറുപ്പിച്ചിട്ട് രാഹുലിന് പകരം ആരെ അവിടെ നിർത്തിയാലും ഒരാളും ജയിക്കാൻ പോകുന്നില്ല. അത് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യർ നൈസായിട്ട് അതിൽ നിന്ന് മാറിയത്. കാരണം പുള്ളിക്ക് ഫ്യൂച്ചറാണ്, പുള്ളിക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. രാഹുലിനെ മാറ്റി കളഞ്ഞിട്ട് ഞാൻ പാലക്കാട് കയറിയെന്ന് ഞാനിപ്പം വിജയിച്ച് കളയും എന്നുള്ള രീതിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ കാലേ വാരി താത്തടിക്കുമെന്ന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യർ അതിൽ നിന്ന് നൈസായിട്ട് മാറിയത്. ഇനി നിങ്ങൾ നോക്കിക്കോ, കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകാൻ പോവാണ്. കോൺഗ്രസിൻ്റെ അടിത്തറ ഇളങ്ങുന്നില്ലെങ്കിൽ അത് ഇളക്കും. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ കിളവന്മാരുണ്ടല്ലോ, അവർ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഇത്രയും ജനപിന്തുണയുള്ള ഒരു നേതാവിനെ അടിച്ച് താഴ്ത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനത്തിനെ തന്നെ അത് ബാധിക്കും. ഇങ്ങനൊരു ആരോപണം വരുന്ന സമയത്ത് ആ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ എന്ത് പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് വെളിയിലോട്ട് കളഞ്ഞത്. അവസാനം MLA സ്ഥാനം എടുത്ത് കളയുന്നു അല്ലേ? അവസാനം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു, സ്ഥാനവും ഇല്ലെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുപ്പിച്ചിട്ട് അവിടെ വേറെ ആരെങ്കിലും നിർത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിക്കോ, രാഹുൽ സ്വതന്ത്രനായിട്ട് തന്നെ അവിടെ വരും. സ്വതന്ത്രനായിട്ട് അവിടെ വന്നിട്ട് രാഹുൽ അവിടെ മത്സരിച്ച് ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കും. എന്നാൽ മാത്രമേ ഇവരെയൊക്കെ വായടപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കോ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കന്മാരെയും കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ വീട്ടിയിരുത്തും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം ഇന്ന് ആ പ്രസ്ഥാനം കേരളത്തിലുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ കുഴിച്ചു മൂടിയ അതുപോലെ തന്നെ ആ പ്രസ്ഥാനം നശിച്ചില്ലേ? ആ പ്രസ്ഥാനത്തിൻ്റെ പേര് പോലും ഇപ്പം കേൾക്കാനില്ല അല്ലേ? അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ അതിജീവിത എന്ന് പറയുന്ന ആ സ്ത്രീ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്, കേസ് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു വാർത്തയും കൂടെ കണ്ടു നോക്ക്. അനിൽകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുന്നത് ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണിത്. നേരത്തെ രാഹുലിന് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അതിൽ വിശദമായ വാദം കേൾക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതനുസരിച്ച് നാളെ ഹൈക്കോടതിക്ക് മുമ്പാകെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് തൊട്ട് മുൻപാണ് പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. തന്നെ കൂടി കക്ഷി ചേർക്കണം, കേസിൽ തന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപം താൻ നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ഈ പെറ്റീഷനിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ ബലാത്സംഗ കേസിൽ ഇരയെ കൂടി കേൾക്കാറുണ്ട്. അവരെ കക്ഷി ചേർക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുക. രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് നാളെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാഹുലിന് വേണ്ടി അഭിഭാഷകനായ S. രാജീവാണ് ഹാജരാകുക. രാഹുലിന്റെ അറസ്റ്റിനുള്ള വിലക്ക് 2 തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നീട്ടുകയും ചെയ്തത്. ദിലീപ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ഇതൊരു പൊട്ട കേസാണെന്ന്, ഇത്
വെറും പൊട്ട കേസാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ടും ഇതിൻ്റെ പുറമെ നടക്കുന്ന മാധ്യമങ്ങൾക്കും പോലീസിനും ഇത് മനസ്സിലാവില്ല. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർക്ക്, എല്ലാ നേതാക്കന്മാർക്കും അല്ല, ചില നേതാക്കന്മാർക്ക്, രാഹുലിനെ തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില നേതാക്കന്മാർക്കും ഇത് ആവുന്നില്ലെന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് എനിക്കൊരു പുച്ഛം തോന്നുന്നത്. കാരണം വെറും 4 ദിവസം മാത്രം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ആ ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മനസ്സിലാക്കാൻ സാധിക്കുമോ? കല്യാണം കഴിഞ്ഞ് 4 ദിവസം ഒരുമിച്ച് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ? ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെ, ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഷോക്ക് മാറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് ബന്ധം സാധിക്കുന്നത്? ഇല്ലേ? എങ്ങനെ സാധിക്കും? അതല്ല, ഒരു 4 ദിവസം മാത്രമേ കൂടെ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു 4 ദിവസം കൊണ്ട് നമ്മൾ കല്യാണം കഴിച്ച അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇതിലൂടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് ഈ ഭർത്താവും ഭാര്യയും കൂടെ ചേർന്ന് നടത്തിയൊരു ഹണി ട്രാപ്പാണെന്ന്. ആദ്യം ഭാര്യ രംഗത്ത് വരുന്നു, അതിനുശേഷം ഭർത്താവ് രംഗത്ത് വരുന്നു. ഇപ്പം രണ്ടുപേരും ഇപ്പം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ന്യായീകരിച്ചാണ് ഇപ്പം വരുന്നത്. ഇവിടെ കുറ്റക്കാരൻ രാഹുൽ മാങ്കൂട്ടം മാത്രം. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ കളി, ഈ ഒരു കാടത്തം നിറഞ്ഞ രാഷ്ട്രീയ കളി. എങ്ങനെയെങ്കിലും രാഹുലിനെ തകർക്കുക, അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങളെ സപ്പോർട്ട് രാഹുലിന് എത്ര കാലം ഉണ്ടാകുമോ അത്രത്തോളം രാഹുൽ ഒരിക്കലും തകരുകയില്ല. സാധാരണക്കാരായിട്ടുള്ള സപ്പോർട്ട് രാഹുലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. രാഹുൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമാണ്, രാഹുലിനെ മനസ്സിലാക്കി, രാഹുൽ എന്താണെന്ന് മനസ്സിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ്. ഇപ്പം രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ, രാഹുലിനെ MLA സ്ഥാനം കളഞ്ഞാലോ ഇവരെ കുടുംബത്തിന് നീതി കിട്ടുമോ? ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടുമോ? പാർട്ടിയിൽ നിന്നും പുറത്താക്കിയല്ലോ, MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കിയല്ലോ, ഇനി എന്താണ് വേണ്ടുന്നത്? ഇപ്പം ഇങ്ങനൊരു പരാതിയുമായിട്ട് വീണ്ടും രംഗത്ത് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ വീണ്ടും പാലക്കാട് മത്സരിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. എങ്ങനെയെങ്കിലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക, രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്ത് കളയുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.